ഈ പ്രശ്നമായി. ഇവിടെ ഞാനും മിസ്സും മാത്രമുള്ള ഇടപാടായതുകൊണ്ട് മിസ് പറഞ്ഞു എത്ര പൈസ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ തരാം, ഗോൾഡ് എനിക്ക് വേണം. അടിച്ചു മോനെ, കോളടിച്ച്. എനിക്ക് ആ ഗോൾഡ് വേണ്ടായിരുന്നു. ഞാൻ എന്താക്കി, ആ ഗോൾഡ് വിറ്റ്. ഗോൾഡ് എന്താക്കി, മിസ് എന്താ ഇത്ര ഡിമാൻഡിൽ ചോദിക്കുന്ന സമയത്ത് സാർ എന്താക്കിയെന്ന് അറിയോ, കുറച്ചിതാ അടിച്ചു മോനെ കോളടിച്ച് എന്താ കുറച്ച് എമൗണ്ട് കൂട്ടി പറഞ്ഞ് ഗോൾഡ് മിസ്സിന് വിറ്റ്. അതായത് സാറിന് എന്താ പൈസ പിന്നെയും കിട്ടി. അതായത് ശരിക്കും ഈ ഗോൾഡ് 1 ലക്ഷത്തിന്റെ ഗോൾഡ് ആണെങ്കിൽ, 1 ലക്ഷം എന്നല്ലോ അതിലും കൂടുതലുണ്ട്, 1 ലക്ഷത്തിന്റെ ഗോൾഡ് ആണെങ്കിൽ സാറ് മിസ്സിനോട് പറഞ്ഞു, മിസ്സേ എനിക്കിതിന് 1.5 ലക്ഷം വേണം. മിസ് പിന്നെ ഗോൾഡിനോടുള്ള ആക്രാന്തം കൊണ്ട് മിസ് ഉണ്ടാക്കി ഒന്നും നോക്കില്ല. മിസ് ചിക്കിളി എറിഞ്ഞു, സാറിന് തന്നു, പൈസ തന്നു, മിസ് ഗോൾഡ് കൊണ്ടുപോയി. ഓക്കെ, മിസ് ഗോൾഡ് കൊണ്ടുപോയേ. അപ്പോ അങ്ങനെ എന്താണ്, സാറിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു അസറ്റ്, ഐ മീൻ ഈ ഗോൾഡ്, ഈ അസറ്റ് വിറ്റ് സാറ് പൈസ ഉണ്ടാക്കി. ഓക്കെ, അസറ്റ് വിറ്റപ്പോ സാറിന് ലാഭാ അല്ല? എന്താണ്, രണ്ടു മിസ് 1.5 ലക്ഷത്തിനാണ് വാങ്ങിയത്. ശരിക്കും ഇത് 1 ലക്ഷത്തിന്റെ ഗോൾഡേ ഉള്ളൂ. വെറുതെ പറയാണേ, ഒരു ഇതാ നോക്ക്, ചാക്കിലുണ്ട്, 1 ലക്ഷം എന്നല്ല അത്രയ്ക്കും ഉണ്ടാവും. സാർ ജസ്റ്റ് ഒരു എമൗണ്ട് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്, അത്രയാ 1.5 ലക്ഷത്തിന് മിസ് വാങ്ങിയത്. 1 ലക്ഷത്തിന്റെ ആണ് 1.5 ലക്ഷത്തിന് വാങ്ങി. അപ്പൊ സാറിന് എന്താ അവിടെ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ലാഭത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്, ഗെയിൻ. എന്തെന്ന്, ഗെയിൻ. പ്രോഫിറ്റ് അല്ല, ഗെയിൻ. എന്താണ് ഗെയിൻ? ശ്രദ്ധിച്ചോ, എ പ്രോഫിറ്റ് ദാറ്റ് അറൈസ് ഫ്രം ഇവന്റ് ഓർ transaction which are incident to business such as sale of fixed asset, winning a court case, അല്ലെങ്കിലോ appreciation in the value of an asset. ആണല്ലോ, നമുക്കെന്താണ്, നമ്മളൊരു ബിസിനസ്സിലൂടെ നേടുന്നതല്ല